ഏഹ് അതുപോലെ സുര എന്ന് വെച്ചാൽ മദ്യം വെച്ച കുപ്പി വൃത്തിയാക്കാൻ വേണ്ടി മദ്യം കൊണ്ട് തന്നെ കഴിയുമല്ലായിരുന്നല്ലോ. അതുപോലെ ഈ ഭൂതഹത്യ, ഈ ജന്തുക്കളെ കൊന്ന പാപം തീരാൻ എന്ത് യാഗം ചെയ്താൽ സാധിക്കും? ഒരു യാഗം കൊണ്ടും കാര്യമില്ല എന്ന് പറയും. ഇങ്ങനെ കണ്ടപ്പം കൃഷ്ണനൊരു വിചാരമുണ്ട്, ഈ എന്ത് പറഞ്ഞാലും ഈ ധർമ്മപുത്രർക്ക് സമാധാനം ഉണ്ടാവരുത് എന്ന്. എന്താ കാരണം? അത് വേറെ ഒരാൾ കാത്തവിടെ കിടക്കണ്ട. ആരാണ്? നമ്മുടെ ഭീഷ്മപിതാമഹൻ അവിടെ കിടക്കാണ്, ഉത്തരായണം കാത്തോണ്ട് ഓരോ ചിന്തകളായിട്ട്. അപ്പോൾ പിന്നെ ഭീഷ്മരെ കൊണ്ട് കുറച്ച് ഉപദേശം ചെയ്യിപ്പിക്കണം ധർമ്മപുത്രരെ. അപ്പോൾ അത് കേൾക്കാൻ കുറേ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഭീഷ്മർ നല്ല ഭക്തനാണ്, പക്ഷെ കുറച്ചൊക്കെ കുറുമ്പുണ്ടെന്നേ ഉള്ളൂ. നല്ല ഭക്തനാണ്. അപ്പോൾ ഭീഷ്മർ ഇങ്ങനെ അവിടെ കിടക്കണ്ടേ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി നേരെ ഭീഷ്മ പിതാമകൻ്റെ അവിടേക്ക് പോവാം. അപ്പോൾ ഭീഷ്മ പിതാമകൻ പറഞ്ഞാൽ അങ്ങക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും, എന്നാൽ നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞ് കൃഷ്ണനും പാണ്ഡവന്മാരും എല്ലാവരും അങ്ങോട്ട് പുറപ്പെട്ടത്തേക്കും എന്താണ് അവരുടെ കൂടെ ഋഷിമാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. അപ്പം നേരെ ചെന്നു യുദ്ധക്കളത്തിൽ പോയി ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ആകാശത്തു നിന്ന് ഒരു ദേവം പൊട്ടി താഴെ വീണതാണോ. ഇത്ര ദിവസം ഭക്ഷണമൊന്നുമില്ലാതെ ഈ ചോരയൊക്കെ ഇങ്ങനെ വാർന്ന് ഈ സരസയിൽ ഇങ്ങനെ കിടന്നിട്ടും ആ ഭീഷ്മരുടെ മുഖത്തൊരു ക്ലേശവുമില്ല. നല്ല തെളിഞ്ഞ മുഖമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ദൃഷ്ട്വാ നിവദംബുമോ ദിവ്യച്യുത ഇമാവരം പ്രേമ പാണ്ഡവാ ഭീഷ്മൻ സാനുഗസ്സകൃഷ്ണ. ആകാശത്തിൽ നിന്ന് വീണ് കിടക്കുന്ന ഒരു ദിവ്യമായ ദേവനാണോ എന്ന് തോന്നുമാറ് കണ്ട ഭീഷ്മരെ പാണ്ഡവന്മാർ പോയി നമസ്കരിച്ചു. പിന്നെ അതും അവരുടെ കൂടെ ബ്രഹ്മർഷിമാരുണ്ടായിരുന്നു, ദേവഋഷിമാരുണ്ടായിരുന്നു, രാജർഷിമാരുണ്ടായിരുന്നു. പിന്നെ പർവ്വതനാരദൻ, ഗൗമൻ, ഭഗവാൻ, വ്യാസൻ, മൃഗദർശൻ, ഭരദ്വാജൻ, ഇങ്ങനെ കുറേ എണ്ണപ്പെട്ട ഋഷിമാർ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു. കണ്ടവരെല്ലാം ആ കിടന്ന കിടപ്പിൽ തന്നെ വേണ്ട പോലെ സ്വീകരിച്ചു എന്നാ. നമസ്കരിച്ചു, കൃഷ്ണനെ കണ്ട് ഒന്ന് ചിരിച്ചു, ചിലരെ കണ്ട് തലയാട്ടി, ചിലരെ കണ്ട് മനസ്സുകൊണ്ട് പൂജിച്ചു. പിന്നെ ഇങ്ങനെ എല്ലാം ചെയ്തു. അപ്പോൾ പാണ്ഡവന്മാരെ കണ്ടു, കഷ്ടം നിങ്ങളുടെ കാര്യം, നിങ്ങളെപ്പോലെ ഭാഗ്യമില്ലാത്തവരായ എല്ലാം ഉണ്ട്, ഒന്നുമില്ല അല്ലേ. എന്താ ഇല്ലാത്ത ഒന്ന്? പിന്നെ ഹേ ധർമ്മനന്ദന, ജീവിതത്തിന് അർഹത ക്ലിഷ്ടം. നിങ്ങൾ ഒരിക്കലും ഈ ക്ലിഷ്ടം അനുഭവിക്കേണ്ടവരല്ല. എന്താ കാരണം? ബ്രാഹ്മണ ധർമ്മം നല്ലത്, നിങ്ങൾ ബ്രാഹ്മണ ഭക്തന്മാരാണ്, ബ്രാഹ്മണ ധർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അച്യുതനെ ആശ്രയിച്ചവർക്ക് ഒരു ദുഃഖം വരില്ല. നിങ്ങൾ അച്യുതനെ ആശ്രയിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ പിന്നെ ബാലപ്രജയായിരിക്കുന്ന കുന്തി, പിന്നെ നേരത്തെ കുട്ടി ഭർത്താവും മരിച്ച് ഈ കുട്ടികളെയും കൊണ്ട് എത്ര കഷ്ടപ്പെട്ടു. തോകാവലി മുഖോ, ആ ചെറിയ കുട്ടികളെയും കൊണ്ട് ആ കാട്ടിലൊക്കെ നടന്ന് കാട്ടുവെള്ളവും കുറിച്ച് കാട്ടുകയിൽ നിന്ന് എത്ര കഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത്, സർവം കാലകൃതം മന്നെ. നമുക്ക് എന്തൊക്കെ ഒരു ദുഃഖം വന്നാലും ആ ദുഃഖം എല്ലാം ചെയ്യുന്ന ആരാണ്? കാലമാണ് അല്ലേ. കാലം കൊണ്ട് നമുക്ക് നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും വേണ്ടാന്ന് വിചാരിച്ചാലും ഓരോ കാര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അല്ലേ. അതുകൊണ്ട് സവാലോ യദ്വശലോകോ വായോരുവനാവലിന, ഈ ലോകം മുഴുവൻ ഭഗവാന് വശമായിട്ടായിരിക്കുന്നത്. ഏതുപോലെ പിന്നെ ഒരു കാറ്റ് വന്നപ്പോൾ മഴ പെയ്യാൻ വേണ്ടി മേഘം ഇങ്ങനെ നിൽക്കും. ഒരു കാറ്റ് വന്നാലോ നിമിഷം കൊണ്ട് ആ മേഘം എവിടേക്കോ പോകും. നമ്മൾ വിചാരിക്കാറില്ലേ, ചിലപ്പോൾ വേനൽക്കാലത്തൊക്കെ മഴക്കാലം ഇപ്പം മഴ പെയ്യാൻ തോന്നും, പക്ഷെ മഴയൊന്നും ഉണ്ടാവില്ല. അതും കൂടി കാറ്റടിച്ചാൽ മഴ അങ്ങ് പോകും. അതുപോലെ നിങ്ങളാണെങ്കിൽ ധർമ്മസുതനാണ്, ധർമ്മത്തിൻ്റെ പുത്രനാണ്. അർജുന പിന്നെ പ്രകോദരൻ, ഭീമനാണെങ്കിൽ നല്ല ഗതയൊക്കെ ആർക്കും ജയിക്കാൻ പറ്റില്ല. പിന്നെ കൂടാണെങ്കിൽ എല്ലാത്തിനും കൃഷ്ണനുണ്ട്. അർജുനാണെങ്കിൽ ഗാന്ധി വന്ന വില്ലുണ്ട്. പിന്നെ എല്ലാത്തിനും കൃഷ്ണൻ കൂട്ടുമുണ്ട്. പിന്നെന്താണ് ഇങ്ങനൊക്കെ വരാൻ കാരണം? അതെന്താണെന്നറിയാം, ദൈവതന്ത്രം വ്യവസ്ഥ. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു തന്ത്രമാണ്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ കൃഷ്ണൻ നിങ്ങളുടെ അമ്മാവിൻ്റെ മോനാണെന്ന് വിചാരിച്ചോ? കൂട്ടുകാരനാണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ തേരാളിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ പോകുന്ന ഒരു ആളാണെന്ന് വിചാരിച്ചോ നിങ്ങൾ ഈ കൃഷ്ണനെ? ആരാണ് ഈ കൃഷ്ണൻ നിങ്ങൾക്കറിയോ? ഏഷവൈ ഭഗവാൻ സാക്ഷാ ആദ്യോ നാരായണ